ഹായ് കൂട്ടുകാരെ, പമ്പയുടെ നെഞ്ചിലൂടെ ജലയാത്ര, ഇടക്കുളം കടവിൽ നിന്ന് വടശ്ശേരിക്കരയിലേക്ക്. ഒരു യാത്ര, ഒരു പുഴ, ഒരുപാട് കാഴ്ചകൾ, പിന്നെ ആ കാഴ്ചകളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ. ആദ്യം ഞാൻ എത്തിയത് ഇടക്കുളം കടവിലേക്കാണ്. കടവിനോട് ചേർന്ന് തന്നെയാണ് ഇടക്കുളം പള്ളിയോടത്തിന്റെ മാലിപ്പുര സ്ഥിതി ചെയ്യുന്നത്. മാലിപ്പുരയിൽ നിന്ന് കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നാൽ പമ്പയുടെ തീരത്തേക്ക് തുറക്കുന്ന ഇടക്കുളം കടവ് നമ്മുടെ മുന്നിൽ കാണാം. കടവിനോട് ചേർന്ന് തന്നെ ഇടക്കുളം പള്ളിയോടം സുരക്ഷിതമായി കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ആറന്മുള ജലമേളയിലെ പള്ളിയോടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ദൂരം എത്തുന്ന പള്ളിയോടങ്ങളിൽ ഒന്നാണ് ഇടക്കുളം പള്ളിയോടം. കിഴക്ക് ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെ നീളുന്ന ഈ യാത്രയുടെ ചരിത്രത്തിനും പാരമ്പര്യത്തിനും ഈ പള്ളിയോടത്തിനും വലിയ സ്ഥാനമുണ്ട്. പമ്പയുമായി ഈ നാടിനുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഈ കാഴ്ചകൾ മാത്രം മതി. അവിടെ നിന്നാണ് ഇന്നത്തെ എന്റെ ജലയാത്ര ആരംഭിക്കുന്നത്. പത്തനംതിട്ടയുടെ അനുഗ്രഹമായ പമ്പയാറിന്റെ നെഞ്ചിലൂടെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്ന യാത്ര. ഞങ്ങളുടെ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം പതിയെ പമ്പയുടെ ഓളപ്പരപ്പുകളിലേക്ക് ഇറങ്ങുകയാണ്. ചാഞ്ഞും ചരിഞ്ഞും ശാന്തമായും സൗമ്യമായും ഒഴുകുന്ന പമ്പ. ഇരുകരകളെ തഴുകി പച്ചപ്പിനെ തലോടി നിശബ്ദമായി മുന്നോട്ടൊഴുകുന്ന ഈ പുഴയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇരുകരകളിലും പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ. മുളങ്കാടുകൾ, ഈറ്റക്കാടുകൾ, തെങ്ങിൻതോപ്പുകൾ, പച്ചപ്പിൽ മാഞ്ഞു നിൽക്കുന്ന വീടുകൾ, മനോഹരമായ കൃഷിയിടങ്ങൾ. കരയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയാത്ത പല കാഴ്ചകളും പമ്പയുടെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഞങ്ങളുടെ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം പമ്പയുടെ ഓളപ്പരപ്പുകളെ കീറി മുറിച്ച് പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. വള്ളത്തിന്റെ എഞ്ചിന്റെ ശബ്ദവും പമ്പയുടെ ഒഴുക്കിന്റെ സംഗീതവും മാത്രം കേൾക്കുന്ന ഈ യാത്രയ്ക്ക് പ്രത്യേക ഭംഗിയുണ്ട്. ഓരോ വളവും പിന്നിടുമ്പോഴും പുതിയ കാഴ്ചകളാണ് മുന്നിൽ. പമ്പയുടെ കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതിയുടെ കാഴ്ചകൾ മാത്രമല്ല, നമ്മുടെ നാടിന്റെ പഴയ ജീവിതത്തിന്റെ ചില ഓർമ്മകൾ മുന്നിലേക്ക് വരും. ഒരു കാലത്ത് നാട്ടുകാർ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചിരുന്ന പല കൽപ്പടവുകളും കുളിക്കടവുകളും ഇന്നും പമ്പയുടെ തീരങ്ങളിൽ കാണാം. പക്ഷെ അതിന്റെ പലതിന്റെയും അവസ്ഥയും ഇന്ന് മാറിയിരിക്കുന്നു. ചിലത് കാലപ്പഴക്കത്തിൽ നശിച്ചു പോയിരിക്കുന്നു, ചിലത് ഉപയോഗിക്കാനാകാതെ കാട് കയറി കിടക്കുന്നു. ഒരു കാലത്ത് മനുഷ്യന്റെ ചവിട്ടുപാടുകളും സംസാരങ്ങളും നിറഞ്ഞിരുന്ന ആ കൽപ്പടവുകൾ ഇന്ന് നിശബ്ദമായി പുഴയിലേക്ക് നോക്കി നിൽക്കുന്നു. കാലം മാറിയപ്പോൾ മനുഷ്യൻ പുഴയിൽ നിന്നും അകന്നെങ്കിലും പുഴ അവയുടെ ഓർമ്മകളെ ഇപ്പോഴും കരുതി വെച്ചിരിക്കുന്നു. ഈ കൽപ്പടവുകൾ എത്രയോ തലമുറകൾ ഇറങ്ങിയിട്ടുണ്ടാകാം. ഈ കുളിക്കടവിൽ എത്രയോ ജീവിത കഥകൾ പിറന്നിട്ടുണ്ടാകാം. അതിനിടയിലും പമ്പയുടെ ഒഴുക്ക് മാത്രം മാറ്റമില്ലാതെ തുടരുന്നു. പുഴയുടെ ഇരുകരകളിലും ചെറു മൺകരകളും മൺതിട്ടകളും കാണാം. കൃഷിയിടങ്ങൾക്കിടയിലൂടെ പുഴ ഒഴുകി പോകുന്ന കാഴ്ച പ്രകൃതി തന്നെ വരച്ചു വെച്ച ഒരു ചിത്രത്തെ പോലെ തോന്നും. പക്ഷേ ഈ മനോഹരമായ കാഴ്ചക്കിടയിലും പമ്പ കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളപ്പൊക്കത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, തുണികൾ, മറ്റ് അവശിഷ്ടങ്ങൾ മരങ്ങളിലും ചെറുകമ്പുകളിലും ഉയരത്തിൽ കുടുങ്ങി കിടക്കുന്നു. ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം എത്ര ഉയർന്നിരുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളങ്ങളാണ്. വെള്ളപ്പൊക്കത്തിന്റെ ശക്തിയും ഉയരവും പുഴയുടെ കരകളിൽ ഇപ്പോഴും വായിച്ചെടുക്കും. പമ്പയുടെ വെള്ളവും പച്ചപ്പാർന്ന നിശബ്ദതയും പ്രകൃതിയുടെ ശബ്ദങ്ങളും ഇതെല്ലാം ചേർന്നാൽ പമ്പ തന്നെ ഒരു പ്രകൃതിയുടെ ടൂറിസം കേന്ദ്രമാണ്. ഇത്രയും മനോഹരമായ ജലയാത്രയ്ക്ക് മറ്റെന്താണ് വേണ്ടത്? അങ്ങനെ പതിയെ നമ്മുടെ വള്ളം വടശ്ശേരിക്കരയിലേക്ക് അടുക്കുകയാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു കാഴ്ചയാണ്. ബംഗ്ലാങ്കടവ് പാലം. ഈ പാലത്തിന് താഴെയാണ് പമ്പയും കല്ലാറും തമ്മിൽ ചേരുന്നത്. രണ്ട് ജലധാരകൾ, രണ്ടൊഴുക്കുകൾ, ഒടുവിൽ ഒരേ യാത്രയായി മാറുന്ന മനോഹരമായ കാഴ്ച. പമ്പയിലെ വെള്ളത്തേക്കാൾ കൂടുതൽ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടത് കല്ലാറിലെ വെള്ളത്തിലാണ്. പ്രകൃതി തന്നെ ഒരുക്കി വെച്ച ആ ചെറിയ അത്ഭുതവും ആസ്വദിച്ച് പതിയെ ഞങ്ങളുടെ എഞ്ചിൻ വെച്ച വള്ളം തിരികെ യാത്ര തിരിച്ചു. ഇന്ന് കണ്ട കാഴ്ചകൾ മനസ്സിൽ നിന്നും ആയില്ല. കാരണം ഇത് വെറും ഒരു യാത്രയായിരുന്നില്ല, പമ്പയുടെ നെഞ്ചിലൂടെ പ്രകൃതിയെ അടുത്തെറിഞ്ഞ ഒരു യാത്രയായിരുന്നു. ഞങ്ങളുടെ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം വീണ്ടും ഇടക്കുളം കടവിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ പമ്പ സമ്മാനിച്ച കാഴ്ചകൾ മനസ്സിൽ ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു യാത്ര അവസാനിച്ചു, മറ്റൊരു യാത്രയ്ക്കുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു. അപ്പൊ ശരി കൂട്ടുകാരെ, അടുത്ത വീഡിയോ കാണാം. ഓക്കേ.